അങ്കിള് കഴിക്കാറില്ല ഫ്രൂട്ട്സ്. അത് അങ്കിളിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. നല്ലതാണ്, നല്ല ചോയ്സാണ്. ഈ വീണെടുത്ത് കിടന്ന് ഉരുളുക കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കണ്ടോ? മൂത്ത മകൻ രോഹിത് ഉള്ളത് പോളണ്ടിലാണ്. ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആണ് രോഹിത്. അങ്കിളിന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മതി, അത് കഴിക്കാൻ അങ്കിൾ ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് അവരിത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, രോഹിത് അർണോൾഡാണ്. അർണോൾഡിനേക്കാൾ ഫിറ്റ്നസ് കീപ്പ് ചെയ്ത് പോകുന്നു. ഇന്ന് പോടെ എന്താ ഇടയത്. അപ്പൊ നമുക്ക് വിഷയങ്ങൾ അറിയാത്തവർക്ക് ചുരുക്കി എന്ന് പറഞ്ഞുതരാം. ജയപ്രകാശ് ഏട്ടൻ ആൻഡ് രശ്മി ചേച്ചി വയസ്സാം കാലത്ത് രണ്ടുപേരെയും കൂടി കല്യാണം കഴിപ്പിച്ചു. രണ്ടുപേർക്കും ഓൾറെഡി ഭർത്താവും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അവർ മരണപ്പെട്ടു 5 വർഷം 10 വർഷം ഇങ്ങനെ. അതിനുശേഷം രണ്ടുപേരെയും കൂടി പിടിച്ച് മക്കൾ വയസ്സാം കാലത്ത് കെട്ടിച്ചതിന് ശേഷം വൺ സെറ്റപ്പായിട്ട് അടിച്ച് പൊളിച്ച് അവർ ട്രിപ്പൊക്കെ അടിച്ച് തായ്ലൻഡൊക്കെ പോയി സെറ്റായിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം 2 ദിവസം മുന്നേ മോളൊരു ഹോം ടൂർ വീഡിയോ ഇട്ടപ്പോൾ അതിൽ അമ്മ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് തിന്നാൻ പോലും കിട്ടുന്നില്ല, കുറേ അണ്ടിപ്പരിപ്പും മുന്തിരിയും മട്ടനും ചിക്കനും മാത്രം കിട്ടുന്നു, എനിക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നില്ല, വെജിറ്റബിൾസ് കിട്ടുന്നില്ല, എന്തിന് എനിക്ക് ഇഷ്ടമുള്ളൊന്നും കഴിക്കാനും പറ്റുന്നില്ല, ഈ പറട്ടക്കളവ എന്നെ നേരെ ചോദിക്കാൻ തിന്നാൻ പോലും തരാണ്ട് എടുത്തിടുന്നു എന്നുള്ള രീതിയിൽ പറയാതെ പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുണ്ട്. ചീച്ചുകൊണ്ട് കോമഡിയായിട്ട് പറഞ്ഞു പോയി. എന്നാൽ മക്കൾ ഹോം ടൂർ ഇട്ട് നാട്ടുകാരെല്ലാം കൂടി എടുത്ത് പൊങ്കാല ഇട്ടിട്ട് പിന്നെ മോള് വീണ്ടും വന്നിരിക്കുന്നത് എക്സ്പ്ലനേഷൻ. എന്തുവാ, അയ്യോ എൻ്റെ അങ്കിൾ അങ്ങനെയല്ല, എൻ്റെ അമ്മ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൺ എക്സ്പ്ലനേഷൻ. ഈ വീണെടുത്ത് കിടന്ന ഉരുള് ഞാൻ ആദ്യം പറഞ്ഞില്ല, ആ സാധനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതാണ് ആ ഒരു ഉരുൾച്ചയുടെ ഉരുളൽ, ആ സെറ്റപ്പ്. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്കെല്ലാം ഉപയോഗം ഉണ്ടാവട്ടെ. അപ്പം നമുക്ക് രശ്മി ആന്റിയുടെ മകൾ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് നോക്കാം. കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. ഫുഡിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഫുഡ് റുട്ടീന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അത് വളരെ ജെനുവിൻലി ഫുഡ് എങ്ങനെയാണ് ആ ഡയറ്റ് ഒന്ന് പറയാമോ? മേ ബി അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഡെയിലി ലൈഫിൽ അങ്ങനെ ചോദിച്ചതായിരിക്കും. നമ്മുടെ അടുത്തൊക്കെ സജഷൻ ചോദിക്കുള്ളൂ. ഇപ്പൊ എന്റെ 3:30 AM മോർണിംഗ് റുട്ടീൻ കണ്ടിട്ടുള്ള പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് എണീക്കുന്നത്, ആ സമയത്ത് എങ്ങനെ എണീക്കാൻ പറ്റും, അല്ലെങ്കിൽ എണീറ്റിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എണീക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ കുറെ ടിപ്സ് ചോദിക്കുന്ന പോലെയാണ് ഞാനും വിചാരിച്ചത് ഡയറ്റ് അങ്ങനെ ചോദിച്ചതായിരിക്കും. അങ്ങനെ വളരെ സത്യസന്ധമായിട്ട്, പ്രത്യേകിച്ചും അങ്കിള് പറയുന്ന ഓരോ വാക്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ മനുഷ്യൻ എത്രത്തോളം ജെനുവിൻ ആണ്, എത്ര സത്യസന്ധമായിട്ടാണ്. ഇപ്പം ഒരു കാര്യം അങ്കിൾ അങ്ങനെ അല്ല എന്ന് പറയണില്ലേ. അപ്പൊ ഇതിലൊന്നും അങ്കിള് ഇന്റർഫിയർ ചെയ്ത് ഞാൻ ഇന്നലെ നിനക്ക് ഫ്രൂട്ട്സ് മേടിച്ച് തന്നില്ലേ, ഇല്ലെങ്കിൽ ഇന്നലെ നിനക്ക് മാങ്ങയും ചക്കി ഇവിടെ കൊണ്ട്. ഇപ്പൊ ഞാൻ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് പോലും ആ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിന്റെ അകത്ത് പൊമഗ്രനേറ്റ് ഉണ്ട്, മാങ്ങയുണ്ട്, പഴമുണ്ട്. അത്രയ്ക്ക് സൽഗുണ സമ്പന്നനായ അങ്കിൾ ആയിരുന്നു അല്ലേ. അങ്കിൾ പിന്നെ ഒന്നും നേരെ തിന്നാൻ കൊടുക്കുന്നില്ലെന്ന് ആന്റി പറഞ്ഞു. നമ്മൾ പൊട്ടന്മാരല്ല, കിഴങ്ങന്മാരല്ല കേട്ടോണ്ടിരുന്നത്. കേട്ടോ, തായ്ലൻഡിൽ പോയിട്ട് ഏതൊക്കെ പഴമൊക്കെ വാങ്ങിച്ചു തിന്നൊക്കെ പറയണം, ദൈവത്തിന് അറിയാം. എന്തായാലും അങ്ങേര് ഒന്നും നേരെ കൊടുക്കുന്നില്ല. രാവിലെ എണീറ്റ് അണ്ടിപ്പരിപ്പും മുന്തിരി പിത്ത, ഈ ഒരു സെറ്റപ്പിൽ. പിന്നെ ഫ്രിഡ്ജിൽ വിശക്കുമ്പോഴേ എടുത്ത് നീ മട്ടൻ കഴിച്ചോ അല്ലെങ്കിൽ ചിക്കൻ കഴിച്ചോ, ഈ സെറ്റപ്പിൽ. ഇത് ഞാൻ പറഞ്ഞല്ല, അവര് പറഞ്ഞതാ. യുവർ അമ്മ പറഞ്ഞതാ, കേട്ടാ. എന്നിട്ട് എന്തുപാടേ അങ്കിൾ കയറിയപ്പോ അങ്കിളിനെ കാപ്പാത്തതൊക്കെ ആകെ ആന്റിയുടെ മകൾ വന്നിരിക്കറേ. വേറെ ലെവല് തന്നെയാണ്. ഞാനൊരു കാര്യം പറയാം. നമ്മളാരും നിങ്ങളെ വീടിൻ്റെ അകത്ത് വന്നിട്ട് ഇതൊന്നും കണ്ടുപിടിക്കാനോ വരാനോ നിന്നില്ല. നിങ്ങൾ തന്നെ ഹോം ടൂറിന്റെ പേരിൽ ഇതെടുത്ത് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് നാട്ടുകാരെടുത്തിട്ട് പൊങ്കാലിട്ട് ഇപ്പൊ കടന്ന് മെഴുകലോ അങ്കിളിനെ കാപ്പാത്ത വന്നിരിക്ക കള്ളി. എന്തായാലും കൊള്ളാം. ഈ ഉരുളെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. അതാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. എന്തായാലും അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നേരെ തിന്നാനൊന്നും കിട്ടുന്നില്ല എന്നുള്ള സെറ്റപ്പ്. അവർക്ക് ആഗ്രഹമുള്ള ആഹാരങ്ങൾ കഴിക്കാൻ കിട്ടുന്നില്ല. അതും ഇത്രയും ഏജായി. ഇനി അങ്ങോട്ട് എന്തിനാടേ കുറച്ചൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൂടെ എന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള കഴിക്കട്ടെ, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അവരവർ കഴിക്കട്ടെ. അതിനിപ്പോൾ നമുക്കെന്താ, അതിന് നിങ്ങൾക്കെന്താ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള കഴിക്കട്ടെ. അവരെങ്ങനെ കടിഞ്ഞാലിട്ട് പൂട്ടിയിട്ട് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള അവർ കഴിക്കട്ടെ. അതാണ് അതിൻ്റെ ഒരു അന്തസ്സെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് അത് കഴിച്ചുകൂടെ ഇത് കഴിച്ചുകൂടെ, നട്ട്സ് മാത്രമേ കഴിക്കാവൂ, ചിക്കനും മട്ടനും മാത്രമേ. അല്ല, ഈ മട്ടൺ കഴിക്കുന്നത് കുഴപ്പമില്ലേ? എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. എന്തായാലും മോളുടെ ഉരുളര് കാണാൻ നല്ല രസമുണ്ട്. കണ്ടിരിക്കാനേ അത് എന്തായാലും കൊള്ളാം. അങ്കിള് ഏറിപ്പോയി. മോളിന് കപ്പത്ത വരവേ വേണ്ട, മോളും പോവും. മോളും കൂടി പോകാനുള്ള വകുപ്പാണ് ഞാൻ കാണുന്നത്. കൊള്ളാം. അതിൻ്റെ ഇടയ്ക്ക് മോളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഉറങ്ങുന്ന കേസ്. ഞാൻ ഉറങ്ങുന്ന റൊട്ടീൻ ആരൊക്കെ ചോദിച്ചിരുന്നു, എണീക്കുന്ന റൊട്ടീൻ ആരൊക്കെ ചോദിച്ചിരുന്നു. ഉറങ്ങുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് കിടന്ന്, ഞാൻ പറഞ്ഞത് എളുപ്പമാണ്. ഇങ്ങനെ ചരിഞ്ഞ് കിടന്ന് ആദ്യം ഉറങ്ങണം, അല്ലെങ്കിൽ 3 കിടന്ന് ഉറങ്ങണം. രാവിലെ എണീക്കുമ്പോൾ ചരിഞ്ഞും കമന്നൊക്കെ ചിലപ്പോൾ അറിയാതെ കിടക്കും. പിന്നെ എണീക്കുന്ന അവിടെ 2 മിനിറ്റ് കണ്ണുറന്ന് ഇങ്ങനെ കിടക്കണം. എന്നിട്ട് എണീറ്റ് പതുക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഫ്രഷൊക്കെ ആയി സെറ്റാവും.
ഇതിപ്പോൾ ആനക്കാരി ഇരിക്കുന്നു ഉറങ്ങുന്ന റൂട്ടീനാ, ഇത് കൊള്ളാമല്ലോ. സാധനങ്ങൾ അവിടെ ഇരിക്കുക. അപ്പം സംഭവം എന്ന് വെച്ചാൽ എന്റെ അമ്മ നോർമലി കഴിക്കുന്ന ഒരു രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളല്ല. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛനും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അച്ഛന്റെ കട, അച്ഛൻ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. പണ്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറെ ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. അപ്പൊ അച്ഛൻ എന്ന് രാത്രി വരുമ്പോൾ ഒരു വലിയ കിറ്റ് നേരെ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വരും. മേ ബി ഓറഞ്ച് സീസൺ ആണെങ്കിൽ ഒരു 2 കിലോ ഓറഞ്ച് അല്ലെങ്കിൽ 3 കിലോ ഓറഞ്ച് കൊണ്ടുവന്ന രാത്രി ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് ആ ഓറഞ്ച് മൊത്തം തീർക്കും. അങ്ങനത്തെ ടീമുകളാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഫ്രൂട്ട്സിന്റെ ഇതിപ്പോ നമ്മളിപ്പോ കടയിൽ പോയാൽ എത്രയാ, ഞാനൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 കിലോ ഓറഞ്ച് ഒന്നും ഞാൻ മേടിക്കത്തില്ല. എനിക്ക് ആവശ്യമുള്ള ഒരു 5, 6 അല്ലെങ്കിൽ 10 ഓറഞ്ച് ഞാൻ മേടിക്കുമായിരിക്കും. അത്രേ. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമുക്ക് ഒരു 2, 3, 4 ആപ്പിൾ മേടിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് കിലോ കണക്കിനുള്ള ഒരു കണക്ക് നമുക്കില്ല. അപ്പം അങ്കിളും അങ്ങനെയാണ്. അമ്മയ്ക്ക് ഇപ്പൊ അങ്കിളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഓറഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കാം. അങ്ങനെ. കാരണം അങ്കിള് കഴിക്കാറില്ല ഫ്രൂട്ട്സ്. അത് അങ്കിളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതെ, അങ്കിളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അങ്കിള് കഴിക്കാതിരിക്കട്ടെ. ഇനി ആന്റി അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് എന്ത് കഴിക്കണം കഴിക്കണ്ട എന്നത്. അത് അവർക്ക് കഴിക്കാനുള്ള റൈറ്റ്സ് കൊടുക്കണം. അല്ലാണ്ട് ഫ്രൂട്ട്സ് കഴിച്ചൂടെ. അത് മാത്രമല്ല, എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുന്നതിൻ്റെ ഒരു ഇത് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ കടയിൽ പോയിട്ട് മട്ടണും ബീഫും മറ്റേ ഷവായി അൽഫാമും ഷവർമയൊക്കെ വാങ്ങി കഴിച്ച് മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ ഓക്കെ, വീണ്ടും ഒരു കൺട്രോൾ ഇടുന്നില്ല. ഭയങ്കര കൺട്രോളൊന്നും ഇടേണ്ട കാര്യമില്ല. എങ്കിലും അവിടെ ഒന്ന് കുറച്ച് കഴിയടേ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. ഈ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഓൾറെഡി അവർ നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ഥിതിക്ക് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മറ്റേ പട്ടണി കിട്ടോ അല്ല നട്ട്സും വാരി കൊടുത്ത് കുറേ മട്ടനും ചിക്കനും വാരി ചൊരി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നാ കഴിക്കാനാ? അവർ കഴിക്കുന്നതല്ലേ അവർക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്കിള് എന്താണെന്ന് വെച്ചാൽ അങ്കിൾ ഇനിയിപ്പോൾ ചാണകവെള്ളം കലക്കി കുടിച്ചാൽ അങ്കിള് കുടി. പക്ഷെ ആൻറ്റിയുടെ ഇഷ്ടത്തിന് കുടിക്കട്ടെ, കഴിക്കട്ടെ. അങ്കിൾ ഏറിപ്പോയപ്പം ന്യായീകരിച്ച് അങ്കിളിനെ സേഫാക്കാൻ വന്ന അങ്കിളുടെ വൈഫിൻ്റെ, അതായത് ആൻറ്റിയുടെ മോളെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്നും പറയാനില്ല. സൂപ്പർ. ഇത് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നിങ്ങൾ അടുക്കളക്കകത്ത് കയറിയിട്ട് അങ്കിൾ എന്ത് കഴിക്കണം ആൻറ്റി എന്ത് കഴിക്കണം നോക്കിയത് പോലെയാണ്. നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ടുള്ളത്. എന്നിട്ട് വന്ന് കിടന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് വിരലെടുത്ത് വെപ്രാളം എടുത്ത് കിടന്ന് ഉരുളുന്നു. അല്ലാണ്ട് എന്ത് പറയേ, കഷ്ടം. പ്രത്യേകിച്ചും രോഹിത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്കിളുടെ മൂത്ത മകൻ രോഹിത് ഉള്ളത് പോളണ്ടിലാണ്. രോഹിത്തും വൈഫും ജസ്റ്റിനും ഇവർ രണ്ടുപേരും ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാണ്. ഇവർ രണ്ടുപേരും ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റും അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം കണ്ടിട്ട് ഇതിൽ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് രോഹിത് അങ്കിളുടെ അടുത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. കാരണം ഒരു അങ്കിളിന് കുറച്ച് കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്കിൾ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് അങ്ങേരി ചാണകവെള്ളം കലക്കി കുടിക്കുക അല്ലെങ്കിൽ ഇപ്പൊ വായു ഭക്ഷിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് നമ്മളിവിടെ പറയുന്ന ആന്റിയുടെ കാര്യമാണ്. ആന്റിക്ക് തിന്നാൻ കൊടുക്കണല്ലേ? എന്ത് പാടേ മോളെ, ആന്റിയുടെ മോളല്ലേ മോള്. ആ സ്ഥിതിക്ക് മോള് ഒന്ന് മനസ്സിലാക്ക്. മോള് തന്നെ ആ ഒരു ഹോം ടൂർ വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മളിങ്ങനെയല്ല നോക്കിയതെന്ന്. ഏത് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് തിന്നാൻ കൊടുത്ത് നല്ലോണം നോക്കിയെന്നുള്ള രീതിയിൽ മോളെ എന്നെ പറയാതെ പറഞ്ഞു വെച്ചിട്ട് ഇപ്പം അങ്കിൾ ഏറി കയറി ഇപ്പം വന്നിരിക്കുകയാണ് ന്യായീകരിച്ച് മെഴുക. മോക്ക് ഏറിപ്പോണ്ടേ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം. അങ്കിള് കൊളസ്ട്രോളാ ഷുഗറാ BP എന്താന്ന് വെച്ചാൽ നോക്കിയിട്ട് അങ്ങനെ ഇഷ്ടമുള്ള കഴിക്കിട്ട്, അല്ലെങ്കിൽ പറഞ്ഞല്ലോ വായു ഭക്ഷിക്കിട്ട്. നമുക്കൊന്നും അതിലൊന്നും വിഷയമില്ല. പക്ഷെ അവരെന്തിനാണ് ഇങ്ങനെയിട്ട് പട്ടിണി കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കാതെ എന്തിനാണ് ഈ വയസ്സാങ്കാലത്ത് അവരിങ്ങനെ നോക്കുന്നത് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതുപോലെ ഞാനൊരു സ്റ്റോറി പറയും. ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സ്റ്റോറിയാണ്, പണ്ട് ഞാൻ വായിച്ചിട്ടുള്ളതാണ് എവിടെയോ. ഓക്കെ, അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുണ്ട്, ഒരു പിശുക്കനായിട്ടുള്ള ഒരാൾ. അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരിച്ച് പണിയെടുത്ത് മരിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നേരെ തിന്നപ്പോലുമില്ല, എന്തോ റൊട്ടി മാത്രമാണ്, റൊട്ടിയും പച്ചവെള്ളമാണ് കുടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അങ്ങേര് ഒരുപാട് പെണ്ണുങ്ങളെ കെട്ടി ഈ പെണ്ണുങ്ങൾക്കൊന്നും തിന്നാൻ കൊടുക്കാതെ ഇവളുമാരെല്ലാം ചത്ത്. അവസാനം ഇങ്ങേര് ഇവളുമാരെല്ലാം പോണ തീറ്റി ആയതുകൊണ്ട് തന്നെ അവളുമാർക്ക് തിന്നാൻ കൊടുക്കാതെ അവൾ കുറേയൊക്കെ ചത്ത് കുറേയൊക്കെ പോയി. ആ ഒരു സെറ്റപ്പിൽ ആ ഒരു സ്റ്റോറി അങ്ങനെ പോയാണ്. അവസാനം അങ്ങേര് ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു, ഇങ്ങനെ വായു ഭക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം കണ്ടു. അപ്പം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ ഇങ്ങനെ ഒരു ഇത് കാണിച്ചത്. അതായത് വായു ഭക്ഷിക്കുന്നു എന്നുള്ള സംഭവം. അങ്ങനെ അങ്ങേർക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, കാരണം തിന്നുന്നില്ല, അപ്പോൾ ചിലവില്ല, അപ്പോൾ ലാഭമായി എന്ന് പറഞ്ഞും കൊണ്ട് ആ പെണ്ണിനെ കെട്ടി ആ പെണ്ണിനെ കൂടെ ജീവിപ്പിച്ച് അവസാനം ഇങ്ങേരെ അറിയാതെ ഇങ്ങനെ പൈസയ്ക്ക് ആ പെണ്ണ് നല്ലോണം വാങ്ങിച്ച് തിന്ന് നല്ല അടിപൊളിയായി. അവസാനം ഇങ്ങേര് തിന്നാതെ തട്ടിപ്പോയി. പിന്നെ ഇങ്ങേരെ സ്വത്തല്ല ആ പെണ്ണ് ഒറ്റയ്ക്ക് അനുഭവിച്ച് വേറെ ഒരു കല്യാണം കഴിച്ച് ആ പെണ്ണ് സുഖമായിട്ട് ജീവിച്ച്. ആ ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഓർമ്മ വന്നു കേട്ടോ. ഇത് ഞാനൊരു കാര്യം പറയാം, അവർക്ക് ഇഷ്ടമുള്ള കഴിക്കാൻ കൊടുക്കുക. ഇത്രയും പ്രായമായി, ഇനി എന്തിനാണ് ഇനിയിപ്പം മറ്റേ മന്തിയും കുഴിമന്തിയും ഷവർമയും ഷവായും ഒന്നും തിന്നണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. കുറച്ച് ഫ്രൂട്ട്സ്, അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആഹാരം, അതൊക്കെയാണ് പറയുന്നത്. അല്ലാതെ 24 മണിക്കൂർ നട്ട്സും മട്ടനും എടുത്ത് വെച്ച് തിന്നുകൊണ്ടിരിക്കുക അവരെന്തോന്നു വിശക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊതി തോന്നി ഒരു ആഹാരം കഴിക്കണമെന്ന് തോന്നുമ്പം ഫ്രിഡ്ജിൽ പോയിട്ട് മട്ടൺ എടുത്ത് വെച്ച് ഫ്രൈ അടിച്ചാൽ മതിയോ? അവസ്ഥ വല്ലാത്ത അവസ്ഥ. ആൻറ്റി യു ആർ നോട്ട് ഇൻ സേഫ് ഹാൻഡ്.
ഇത് കൂടാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ടച്ച് വുഡ് ഇതുവരെ അതിനൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഹീസ് വെരി ഹെൽത്തി. അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് അത് കഴിക്കാൻ അങ്കിൾ ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് അവരിത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അങ്കിളിന്. ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത് ഞാൻ എന്റെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഞാൻ കീറ്റോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസത്തോളം ഞാൻ ഈ പറയുന്ന പോലെ ഈ മീറ്റും അങ്ങനത്തെ ഭയങ്കര ഹെവി ഫാറ്റുള്ള കാര്യങ്ങൾ തന്നെ കഴിച്ച് എനിക്ക് മടുത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു. എന്നിട്ട് ഞാൻ ആ സംഭവം നിർത്തി. അപ്പം എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. പക്ഷെ എന്റെ കൂടെ എനിക്കറിയാവുന്ന പല ഫ്രണ്ട്സും കീറ്റോ കുറെ മാസങ്ങൾക്ക് ശേഷം ചെയ്ത് നല്ല റിസൾട്ട് വരുത്തിയവരും കീറ്റോ കൊണ്ട് മാത്രം വെയിറ്റ് ലോസ് ചെയ്തവരുമുണ്ട്. അപ്പം ചിലർക്ക് അത് ഓക്കെ ആയിരിക്കും, ചിലർക്ക് അത് ഓക്കെ ആയിരിക്കില്ല. അങ്കിളിന് അത് പെർഫെക്റ്റ്ലി സ്യൂട്ട് ആവുന്നുണ്ട്. അങ്കിൾ ഹെൽത്തി ആയിട്ടും. എന്റെ പൊന്നാര ചേച്ചി മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്കിൾ എന്താന്ന് വെച്ചാൽ തിന്നിട്ട് അങ്ങേരിയുമ്പോ പട്ടിണി ചത്താലും ആർക്കൊന്നുമില്ല. അത് അങ്ങേര് ഇഷ്ടമാണ്. അങ്ങേര് കഴിക്കാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ഇവിടെ ആർക്ക് ചെയ്തം. പക്ഷെ അവരെ എന്തിനാണ് ഇഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാണ്ട് ഇങ്ങനെ ഇട്ട് ഇഴപ്പിക്കുന്നത്? ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ അമ്മയല്ലേ അത്? എന്തായാലും അങ്കിളിനെ ഏറിയെന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോള് വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നല്ലപോലെ അത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വെളുക്കത്തില്ല. ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് വെളുപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, എന്തുപാടേത്? അങ്ങനെ ഇഷ്ടമുള്ള കഴിക്കാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചേട്ടേ ആർക്ക് ചേണം, അവരെ കഴിക്കാൻ വിടറേ. എന്തോന്നടേ ഇത് ആർക്കും വിവരമില്ല. ഇപ്പോൾ വന്ന് വാട്ട് എ പത്തറ്റിക് സിറ്റുവേഷൻ. ആയിട്ട് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും മട്ടൺ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്നതിനോ അല്ലെങ്കിൽ രാവിലെ എഗ്ഗ് കഴിക്കുന്നതിനോ അങ്കിളിന് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് അങ്കിൾ അത് കഴിക്കണം. ഒരിക്കൽ പോലും ഇത്രയും ദിവസം ഇപ്പം എത്രയാ, ജാനുവരി 3 കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയിട്ടുണ്ട്. ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം പോലും അങ്കിളിന്റെ അടുത്ത് അങ്കിൾ ഒരിക്കലും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഈ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ നീ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ അങ്ങനെയായ അപ്പൊ കണ്ടോണ്ടിരുന്ന നമുക്ക് കണ്ണി കുരുവായിരുന്നല്ലേ. സൂപ്പർ. ആന്റി വന്നിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഫ്രൂട്ട്സ് തരുന്നില്ല, ചെക്ക് തരുന്നില്ല, മാങ്ങ തരുന്നില്ല, ഒന്നും തരുന്നില്ല. ആകെ ഫ്രിഡ്ജിൽ മട്ടനും നട്ട്സും മാത്രമുണ്ട്. ചായ കുടിച്ചാൽ നട്ട്സ്, ഉച്ചയ്ക്ക് ചോറ് നല്ല നട്ട്സ്, രാത്രി ഇപ്പം ഇങ്ങനെ പട്ടണി കിട്ട് തിന്നാൻ തരാതെ എനിക്കിപ്പോൾ ആഹാരം പോലും വേണ്ട. ഈ സെറ്റപ്പ് ആയിരുന്നു. അവരാണ് പറഞ്ഞത്. എൻ്റെ പൊന്നു മോളെ കിടന്ന് ന്യായീകരിച്ച് മെഴുകല്ലേ, വലിച്ചു കയറി എടുത്ത് ജവരി ഒട്ടിച്ച്. ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് ഇമാതിരി ചൊറ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരും. ഉള്ള കാര്യം പറയാം. ആദ്യം ആ വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്കെല്ലാം മനസ്സിലായി. ഉടായ്പകളെല്ലാം, അത് ഉടായ്പെന്നല്ല, ഈ പറയുന്ന പോലെ അവരൊക്കെ തിന്നാൻ പോലും നേരെ കൊടുക്കാതെ അവരെ നട്ട്സും മീറ്റും ആയിട്ട് ഇട്ട് അവിടെ ഇട്ട് പട്ടണി ഇട്ടിട്ടിരിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ അവിടെ കിടന്ന് ഉരുണ്ട് മരണ്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. അങ്കിളിനെ സേഫാക്കാൻ വന്നിരിക്കണം കൊച്ചുമോള്. അയ്യോ, ഒന്നും മകൾ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മ എന്തുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്, അമ്മ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ ഫുഡ് റൂട്ടീൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു കുറെ പേരുണ്ട് നമ്മുടെ ഈ ഡയറ്റ് നോക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റയിൽ തന്നെ കുറെ റീൽസ് കാണുന്നതിലും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പേഴ്സണലി ഉള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ രാവിലെ കഴിക്കുന്നത് എഗ്ഗാണ്. ഒരുപാട് പേര് ചിലപ്പോൾ അതിന്റെ കൂടെ ഒരു ബ്രൗൺ ബ്രെഡ് കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ വേറെ. നീയൊക്കെ എന്തുവേണോ തിന്നടേ. നിന്റെ സിസ്റ്ററിന്റെ സിസ്റ്റർ ആരൊക്കെ തിന്നാതെ കിടക്കെ തീറ്റിയില്ലാതെ പട്ടിണി കിടന്ന് ചാവ എന്താന്ന് വെച്ചാൽ ചെയ്യും. പക്ഷെ അവർക്കത് ആഗ്രഹമില്ല. അവർ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, മറ്റുള്ള ഫുഡുകളെല്ലാം കഴിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ആ സ്ഥിതിക്ക് അവരവരെ ഇഷ്ടത്തിന് വിട്ടൂടെ. നിനക്കൊക്കെ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് സെറ്റപ്പായിട്ട് അർണോൾഡായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നീയൊക്കെ ഇരുന്നോ. അതിനെന്തിനാ അവരെ വലിച്ചിടുന്നത് ഇതിൻ്റെ അകത്ത്? അവർക്ക് അവരുടേതായ ഇഷ്ടത്തിനുള്ള ഫുഡ് കഴിക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ? എന്ത് പോങ്ങത്തനോടാ വിളിച്ച് പറയുന്നത്? അങ്കിളിനെ സേഫാക്കാൻ കുഞ്ഞുമോള് വന്ന് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. എഗ് ആയിരിക്കും കഴിക്കുന്നത്, ബോയിൽ ചെയ്ത്. അല്ലെങ്കിൽ എഗ്സ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ രാവിലെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അത് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ മനുഷ്യൻ കൊടുക്കുന്നത്. അല്ലാണ്ട് രാവിലെ പഴങ്കഞ്ഞി മാത്രം നീ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ഒന്നും കഴിക്കണ്ട. പട്ടിണിക്കല്ലല്ലോ ഇടുന്നത്. ഇത്രയും എന്താ പറയാ വില കൂടിയ നെയ്യിൽ. എന്റെ പൊന്നെ ചേച്ചി പോയി തള്ളി മറിയാതെ. ഇത്രയും വില കൂടിയ നെയ്യ്, ഇത്രയും വില കൂടിയ മട്ടൺ, എടേ അതിലൊന്നും കാര്യമില്ല. എന്തൊക്കെ എൻ്റെ മുന്നിൽ കൊണ്ടുവച്ച്, ഇനിയിപ്പോൾ മുതലിറച്ചി കൊണ്ട് എൻ്റെ മുന്നിൽ വെച്ചാലും എനിക്കിഷ്ടം കാടിവെള്ളമാണെങ്കിൽ ഞാൻ അത് കുടിച്ചിട്ടേ പോകത്തുള്ളൂ, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്ന സാധനത്തിനോടുള്ള ഇഷ്ടം. നമുക്ക് എന്ത് കഴിക്കാൻ ഇഷ്ടം നമ്മൾ അത് കഴിക്കുക. പിന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള ഫുഡ് കുറച്ച് കഴിക്കുമ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ വേണമെങ്കിൽ പറയാം. അത് നിർബന്ധിക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. അവരവർക്ക് തോന്നുന്നത് കഴിക്കട്ടെ. അതിന് വന്നിട്ട് അയ്യോ എൻ്റെ അങ്കിള് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് നെയ്യ്, മട്ടൺ, ചിക്കൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതല്ല ഇഷ്ടം, കാടിയുള്ളതാണ് ഇഷ്ടമെങ്കിൽ അതാണ് അവർക്ക് കൊടുക്കേണ്ടത്. മനസ്സിലായ?
ഇത് അവർക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ സമ്മതിക്കാതെ ഇങ്ങേർക്ക് ഇഷ്ടമുള്ള ഇങ്ങേര് കീപ്പ് ചെയ്ത് പോകുന്ന ആ റൊട്ടീൻ അനുസരിച്ചിട്ടുള്ള ഫുഡ് അങ്ങേർക്ക് വേണ്ടിയിട്ട് അങ്ങേര് ഫ്രിഡ്ജ് വാങ്ങിച്ച് വെച്ചിട്ടുള്ളതിലെന്ന് ഇവർക്കും കൂടി കഴിക്കാൻ കൊടുക്കുന്നത് ഫെയർ ആയിട്ടുള്ള കാര്യമില്ല. അവർക്ക് എന്താണ് ഇഷ്ടം അത് കഴിക്കാൻ കൊടുക്കണം. അല്ലെങ്കിൽ അന്തസ്സില്ലായ്മയെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഇത്ര പണം ഉണ്ടായിട്ടും എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. കുറച്ച് ബോധം വേണം. ഇപ്പോൾ ആർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ടോ അത് കഴിപ്പിക്കണം. ഞാനിവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് ബി പി ഒക്കെ ഉണ്ട്. അമ്മയോട് ഞാൻ പറയും ഇഷ്ടമുള്ള കഴിക്കാൻ പറയും, ലിമിറ്റ് ചെയ്ത് കുറച്ച് കഴിക്കാൻ പറയും, ഇഷ്ടമുള്ള കഴിക്കാൻ പറയും. ഞാൻ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കും. കാരണം ഇഷ്ടമുള്ള കഴിക്കാൻ പറയും. ആഹാരമാണ്, ഒരു ജീവിതമേ ഉള്ളൂ, കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇടേ. അല്ലാണ്ട് പിന്നെ എന്തുവാ ഇത്? ഞാൻ ഇഷ്ടമുള്ള വാങ്ങിച്ചു കൊടുക്കും. ചിലപ്പോൾ അമ്മ പറയും വേണ്ട എനിക്ക് ബി പി ഉണ്ട്. ഞാൻ കുറച്ച് കഴുകി ഇഷ്ടമുള്ള സാധനമല്ല കുറച്ച് കഴുകി, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ബി പി നോക്കണ മെഷീനും കയ്യിലുണ്ട്, എടുത്ത് ചടക്കിടക്ക് നോക്കാം. ഇതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ എന്തുവാ ഇത്? സോർട്ട് ചെയ്ത് അവര് ഒരു 4 എഗ്ഗ് വീതമാണ് ഓരോ ദിവസം കഴിക്കുന്നത്. ഈ ഒരു ഹെൽത്തി ഒരു ഫുഡ് ഫോളോ ചെയ്തതിന് ശേഷം ടച്ച് വുഡ് ഞാൻ പറയുന്നു, എന്റെ അമ്മയുടെ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്. എന്റെ അമ്മ കല്യാണത്തിന് മുന്നേ അമ്മയ്ക്ക് കാലുവേദന, നടുവേദന, അമ്മയ്ക്ക് കാലിൽ സർജറി ചെയ്തിട്ടുള്ള ആളാണ് മുട്ടിന്റെ അവിടെ. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പൊ നടക്കുന്നതിന് പ്രശ്നമില്ല. അമ്മയ്ക്ക് വേറെ അസിഡിറ്റി ഇഷ്യൂസും ഭയങ്കരമായിട്ട് അസിഡിറ്റിയുടെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ആളായിരുന്നു. അതിന്റെ ഇഷ്യൂസ് ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഓക്കെ ആയി. അമ്മ ഇതുവരെ കല്യാണത്തിന് ശേഷം എനിക്ക് അയ്യോ മോളെ അവിടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, നടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, കൈവേദനയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ എന്താ മക്കളാണ്, നിങ്ങൾ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോന്ന്. ഞങ്ങളിവിടെ ഞങ്ങളുടെ അമ്മേനെ എപ്പോൾ വിളിക്കുന്നോ, എന്ത് വിളിക്കുന്നോ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റും. ഈവൻ ദോ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് എന്റെ യൂട്യൂബില് ഇനി ഇവിടെ വീഡിയോസ് ചെയ്യണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്റെ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലൊരു നമുക്കൊരു 3 കാറ്റഗറി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാറ്റഗറി എന്റെ പാട്ട് പാടുന്ന ഈ പാട്ട് പാടി അവിടെ ആ ഒരു കാറ്റഗറിയിൽ ഇരുന്നാൽ പോലെ ഇതിപ്പോ നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടത്. അങ്കിൾ എന്ത് കഴിക്കുന്നു, അമ്മ എന്ത് കഴിക്കുന്നു, അയൽവാസി എന്ത് കഴിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് നാട്ടുകാരെ കാണിച്ചത്. അതുകൊണ്ട് നാട്ടുകാരെ എടുത്ത് വെച്ച് ജഡ്ജ് ചെയ്യും, മനസ്സിലായ? എന്നിട്ട് എൻ്റെ പാട്ട് കാറ്റഗറി പാട്ട് പാടിക്കൊണ്ട് അവിടെ മാറി ആരെങ്കിലും പറഞ്ഞാൽ പാടരുതെന്ന്. എന്ത് വേടേ ഇത്? കൊച്ചു കുളന്തയെ പോലെ സംസാരിക്കാതെ എനിക്ക് പിടിക്കാതെ എനിക്ക് സുത്തமாக പിടിക്കവേ ഇല്ല ഉന്നോட പാച്ച്. ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നു. എന്തോ ഇതുവരെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന പല അസുഖങ്ങളും അമ്മയ്ക്ക് ഇല്ലാണ്ടായി. അമ്മയുടെ വേദനകൾ മാറി. അമ്മയുടെ മാനസികവും ശാരീരികമായിട്ടും അമ്മ ഭയങ്കര എനർജറ്റിക് ആയി വന്നതിന്റെ ഏറ്റവും നല്ല ഒരേ ഒരു കാരണം അങ്കിള് തന്നെയാണ്. അതെനിക്ക് എവിടെ വേണമെങ്കിലും ആരുടെ മുന്നിലും പറയാം. എനിക്ക് മാറിയിരുന്ന അവിടെ എവിടെയെങ്കിലും ഇരുന്ന് പറയേ. എന്തായാലും ആൻറ്റിയുടെ സംസാരം ഞാൻ കേട്ടതാണ്. ഇത് ആരും പറഞ്ഞു കേട്ടതല്ല. നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ ചാനലിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കേട്ടത്. കാരണം അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കിട്ടുന്നില്ല. മട്ടനും ബീഫും ഫ്രിഡ്ജ് തുറന്നാൽ മട്ടനും ചിക്കനും നട്ട്സ് ഇത് മാത്രമേ അവിടെ തിന്നാൻ കിട്ടുന്നുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ബാക്കിയുള്ള ഒരു ഫുഡ് ഐറ്റംസോ അവിടെ അവർക്ക് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ മട്ടനായ കൂടി ഇങ്ങനെ തോന്നുന്നു, എനിക്ക് തോന്നുന്നു വേറെ സെപ്പറേറ്റ് രീതിയിൽ എന്തെങ്കിലും ആയിരിക്കും കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ അൽക്കുലിത്തായിട്ടാണ് അവരുടെ അവസ്ഥ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം വന്നിരുന്ന് പറയുന്നു എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല, അതിൽ മാങ്ങയില്ല, തേങ്ങയില്ല, തൊലിയില്ലെന്ന് ഇപ്പം പറയുന്നു. തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ മോൾ ഇങ്ങനെയല്ല സംസാരിച്ചത് കേട്ടാ. മോള് സംസാരിച്ച ആ ഒരു ട്രാക്കിന് കൊണ്ടൊരു വ്യത്യാസം. ഇപ്പം വന്നിട്ട് കയറി ഇപ്പം വെളുപ്പിക്ക് ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ പൊട്ടന്മാരാ. നാണ പൊട്ടനാ ബാലച്ചട്ടൻ ഉയരിടാ. തുറന്നു പറയാൻ പറ്റുന്ന ഒരു കാര്യവും അങ്കിളിനെ പേഴ്സണലി അറിയുന്ന ഒരാൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് പോയി തിരക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അങ്കിളിനെ അറിയാവുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നിങ്ങളുടെ സങ്കടമാണ് അമ്മയുടെ. പിന്നെ നമുക്ക് തലയ്ക്ക് ഓളമല്ലേ, നാളെ പോലെ ഇറങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ മറ്റേ പൈസയും കൊടുത്ത് പെട്രോൾ അടിച്ച് വിട്ട് അങ്കിൾ എങ്ങനെയുള്ളവനെന്ന് തിരക്കാൻ വേണ്ടിയിട്ട് തലയ്ക്ക് ഓളമല്ലേ നമുക്ക് ഭ്രാന്തടുത്തിരിക്കരുത്. നീയൊക്കെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോയിൽ എടുത്തു വെച്ച അഭിപ്രായം പറയും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് തലയ്ക്കുള്ളൊന്നുമില്ല. നിങ്ങളെ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കഴിക്കുന്നു, എവിടെ കഴിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഉള്ളവരാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ കൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തൊട്ടിത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അഭിപ്രായം പറയും. അത് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നു, കമൻറ്റ് ബോക്സിലൂടെ ബാക്കി ജനങ്ങൾ സംസാരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. അൽക്കുലത്ത് പരിപാടികളും കാണിച്ചു വെച്ചിട്ട് അൽക്കുലത്ത് വർത്തമാനങ്ങളാണ്. കൊള്ളാമല്ലോ ഇത്. അമ്മേനെ കൊല്ലോ ചെയ്യുവാണ്. എന്തൊക്കെ ഹെഡിങ്സ് ആണ് വന്നിരിക്കുന്നത്. 2ാം കല്യാണം, ഇത് ഭയങ്കര ദുർവിധിയായി പോയി, അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന്റെ ശാപമാണോ? എന്റെ പൊന്നോ, ഇതൊക്കെ ചെയ്തിരിക്കുന്ന ഈ ചേട്ടന്മാരുടെ അടുത്തും ചേച്ചിമാരുടെ അടുത്തും എനിക്ക് പറയാനുള്ള കാര്യം, കൊല്ലത്താണ് അവരെവിടെയെന്ന് വെച്ച് താമസിക്കട്ടെ. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ചേട്ടന്മാരും ചേച്ചിമാർക്കൊട്ട് താങ്ങുന്ന സ്ഥിതിക്ക് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊന്നും നമ്മളാരുമില്ല കണ്ടുപിടിച്ചോണ്ടെന്ന്, നിങ്ങൾ തന്നെയാണ് വീഡിയോ കണ്ടിട്ട്. അറ്റ്ലീസ്റ്റ് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിലോട്ട് വരുമ്പോൾ അഭിപ്രായങ്ങൾ ആൾക്കാർ പറയുമെന്നുള്ള ഒരു ബോധം. ആ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം വേണമെങ്കിൽ വീഡിയോ ഇടുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ മിണ്ടരുത് കേട്ടോ. ഇത് ആൻറ്റിക്ക് തിന്നാനും കൊടുക്കില്ല. അവസാനം വന്നിരുന്നിട്ട് കണവണാന്ന് പറഞ്ഞ് ഈ കണ്ടോണ്ടിരുന്ന നമ്മളെല്ലാം മറ്റവന്മാരായി. കൊള്ളാമല്ലേ ഇത്? അൽക്കുലത്ത് പരിപാടി.
എന്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ഞാൻ അവരുടെ അഡ്രസ്സ് വരെ പറഞ്ഞുതരാം. അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്തോ എല്ലാം തിരക്കൂ. ജയപ്രകാശ് എന്നുള്ള വ്യക്തി എങ്ങനെയാണെന്നുള്ളതും പുള്ളിയുടെ രീതികൾ എങ്ങനെയാണെന്നും, അല്ലെങ്കിൽ ആ സഹോദരന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് ഉണ്ടല്ലോ അവരുടെ അടുത്ത് പോയി നിങ്ങൾ തിരക്കി നോക്കും, ആ ഫ്ലാറ്റിലെ നെയ്ബേഴ്സിന്റെ അടുത്ത്. അപ്പം മനസ്സിലാവും ആ മനുഷ്യനെ എങ്ങനെയാണെന്നുള്ളത്. അപ്പം എനിക്കിതൊന്നും നമുക്ക് ആരുടെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഈ വീഡിയോ ഇന്ന് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഞാൻ വെച്ചാൽ എന്തിനീ ക്ലാരിറ്റി കൊടുത്തിട്ട് ഇപ്പൊ എന്നാ കാര്യത്തിനാന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. പക്ഷെ ഇത് എന്റെ അമ്മയ്ക്കൊരു വിഷമം ഫീൽ ചെയ്തു എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അത് എന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനൊരു ക്ലാരിറ്റി മനസ്സിലാവുന്നവർ മനസ്സിലാക്കിയാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ ചേട്ടന്മാരും ചേച്ചിമാരും ഇതിന് ഇപ്പൊ വേറെ ട്രോൾ വീഡിയോസ് ചെയ്താലും എനിക്കൊന്നുമില്ല, നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുമില്ല. കാരണം നിങ്ങൾക്ക് എന്താണെങ്കിലും എന്റെ അച്ഛന്റെയും അല്ലെങ്കിൽ എന്റെ അങ്കിളിന്റെയും എന്റെ അമ്മയടുത്തുമുള്ള സ്നേഹത്തിനെക്കാട്ടിയും കൂടുതൽ ഞങ്ങളെ മക്കൾക്കുണ്ടാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്തായാലും നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും, ചേച്ചിയെ കണ്ണീരാദ്യം അങ്ങ് തുടക്കി. പിന്നെ ചേച്ചി വിചാരിക്കുന്നല്ല, ചേച്ചിയുടെ അമ്മയുടെ അടുത്ത് നമുക്ക് സ്നേഹം ഇവിടെ വടിഞ്ഞൊഴുകുന്നൊന്നുമില്ല. നമ്മൾ പൊതുസമൂഹത്തിലൊരു വീഡിയോ വന്നപ്പോൾ അതിൽ അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നമുക്ക് അവരാരെന്നല്ല പറഞ്ഞിട്ട് നമുക്ക് അവരെ സ്നേഹിക്കേണ്ട കാര്യമില്ല. ഓഫ് കോഴ്സ് അതാണ്. പക്ഷേ അവരനുഭവിക്കുന്ന ആ ഒരു ക്രൂരത അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ അവസ്ഥ, ഒരു മാനസിക അവസ്ഥ, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുന്നില്ല, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ സമ്മതിക്കുന്നില്ല, ഫ്രൂട്ട്സ് പോലും കഴിക്കാൻ സമ്മതിക്കുന്നില്ല. എന്ത് ജീവിതോടാ? അവരിനി അങ്ങുള്ള കാലം മൊത്തം ഇങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് തിന്നും കൊണ്ട് ഇരുന്നാൽ മതി. മട്ടനും ചിക്കനും നട്ട്സും മാത്രം തിന്നുകൊണ്ടിരുന്നാൽ മതി. അവർക്ക് ഇഷ്ടം കണ്ടിട്ടില്ലേ ആഹാരങ്ങൾ കഴിക്കാൻ? അതിന് പോയിട്ട് സ്വന്തം അമ്മയെ സപ്പോർട്ട് ചെയ്യാണ്ട് അങ്കിളിനെ വെളുപ്പിക്കുക ഇറങ്ങിയിരിക്കണം. ചേച്ചിക്കുട്ടി കൊള്ളാം. പാട്ടുപാടി ഇടുമെന്നല്ലേ പറഞ്ഞത്? പാട്ടും പാടി ഇരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇമാതിരി പരിപാടികൾ കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി കയറി പോവാം. നിങ്ങളെക്കാട്ടും കൂടുതൽ ഞാൻ സ്നേഹിക്കില്ല. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ അങ്കിളിനെ അമ്മയും അല്ലെങ്കിൽ എന്റെ അച്ഛനെ അമ്മയും എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ ആരും സ്നേഹിക്കാൻ വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വരുന്നില്ല. അപ്പൊ അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി നോക്കാനും പോകുന്നില്ല. അല്ല, നമ്മൾ നോക്കാനും പോകുന്നില്ല, സ്നേഹിക്കാനും വരുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സംഭവം നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്താൽ നമ്മൾ അഭിപ്രായം പറയും. അതിലിപ്പം എന്തിരിക്കുന്നു? അല്ല, നമുക്ക് ഇവരെ സ്നേഹിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി കല്യാണം കഴിപ്പിക്കാനൊന്നും പോകുന്നില്ല. എന്ത് വേടേ പറയുന്നത്? നമ്മൾ സ്നേഹിക്കണം, നിങ്ങളാണ് സ്നേഹിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നേരെ നോക്ക്, സ്വന്തം അമ്മയ്ക്ക് അങ്ങനെ തിന്നാൻ പോലും കൊടുക്കുന്നില്ല, ഫ്രൂട്ട്സ് പോലും കൊടുക്കുന്നില്ല, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുന്നില്ല. ഇത് നിങ്ങളുടെ വീഡിയോ ഒന്നും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ല, നമ്മൾ ആരും അവിടെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തിയൊന്നുമില്ല. നിങ്ങളുടെ വീഡിയോ ഒന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അവർക്ക് നേരെ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം അടക്കം. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആകെ തായ്ലൻഡ് ട്രിപ്പ് പോയത് മാത്രമായിരിക്കും അവരുടെ ലൈഫിലുള്ളൊരു പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം അൽക്കുലത്ത് പരിപാടി ആയതുപോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ജീവിതമോടാ? ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് ഒരു ആക്സിഡൻ്റ് ആയ സമയത്ത് ആ സമയത്ത് എൻ്റെ റെഡ് മീറ്റ് കഴിക്കില്ല, അത് കഴിക്കില്ല, ഇത് കഴിക്കില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു. ഞാൻ കഴിക്കും. ഞാൻ കുറച്ച് ലിമിറ്റ് ഇടാറുണ്ട്. പിന്നെ ചില സമയത്ത് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടം തോന്നുമ്പോൾ, കൊതി തോന്നുമ്പോൾ ഞാൻ ആഹാരം വാങ്ങി കഴിക്കാറുണ്ട്. ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നാ ജീവിതമോടാ? കുറച്ച് കാലമുണ്ട് ഈ ഭൂമിയിൽ. ആ കാലം അത്ര നല്ല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടൊക്കെ പോകും. പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്ത് പറ്റുമെങ്കിൽ അങ്ങോട്ട് സെറ്റായിട്ട് പോകാൻ നോക്കുക. അല്ലാണ്ട് ചുമ്മാ അൽക്കുലത്ത് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാണ്ടിരിക്കും. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.